നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാറിടത്തിൽ പിടിക്കുന്നതും പൈജാമയുടെ ചരട് വലിച്ചൂരുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം തള്ളി സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്ന് സുപ്രീം കോടതി. കൊടകര കുഴൽപ്പണമെത്തിച്ചത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണെന്നുള്ള പോലീസ് കണ്ടെത്തൽ തള്ളി ഇ ഡി. യൂട്യൂബിലെ ഏറ്റവും വലിയ ഫണ്ട് റേസിംഗ് ക്യാമ്പയിനുമായി ഖത്തർ ചാരിറ്റി. 27ാം രാവ് ചലഞ്ച് എന്ന ധനസമാഹരണം സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി 1500 വീടുകൾ നിർമ്മിക്കാൻ 40 കോടി റിയാൽ സമാഹരിക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കം. AIDMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ബഫേഴ്സിൽ ഗാന്ധി കുടുംബത്തിനെതിരെ ആക്രമണം വീണ്ടും ആരംഭിച്ച് BJP. ബഫേഴ്സ് അഴിമതിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും MP സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് BJP. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിലെ വെറും സാമ്പിൾ, അയോധ്യ വിവാദം കോൺഗ്രസ് പാർട്ടി മനഃപൂർവ്വം നിലനിർത്തുകയാണെന്ന് യോഗി. ഫ്രാൻസിൽ ഫ്രഞ്ച് ഡിസ്പ്ലേ ടീമായ പാട്രിയൽ ഡി ഫ്രാൻസിന്റെ 2 വിമാനങ്ങൾ റിഹേഴ്സലിനിടെ തകർന്നു വീണു. പൈലറ്റുമാർക്ക് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കരിങ്കടലാക്രമണം നിർത്തിവെച്ച് റഷ്യ. തീരുമാനം സൗദി അറേബ്യയിൽ US സംഘവുമായി നടത്തിയ സമാന്തര ചർച്ചകൾക്ക് ശേഷം. ഖത്തറും ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 7 വരെ നീണ്ടു നിൽക്കുന്ന 9 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അമീരി ദിവാനി അറിയിച്ചു. കേരളം ലജ്ജിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്ന് തുറന്നു പറഞ്ഞ് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഇത് സംബന്ധിച്ച് വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ച് ശാരദാ മുരളീധരൻ. വാർത്തകൾ വിശദമായി. മാറിടത്തിൽ പിടിക്കുന്നതും പൈജാമയുടെ ചരട് വലിച്ചൂരുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം തള്ളി സുപ്രീം കോടതി. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാഷിഷ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയിൽ നിന്നും ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിന്റെ എല്ലാ വശവും പരിശോധിച്ചാണ് ജഡ്ജി വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഇത് നിയമത്തിന്റെ തത്വങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നതിനാൽ ഇടപെടാതിരിക്കാൻ നിർവാഹമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി രാം മനോഹർ നാരായൺ മിശ്രയാണ് ബലാത്സംഗത്തെക്കുറിച്ചുള്ള വിവാദ വിധി പ്രസ്താവിച്ചത്. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തെ കലുങ്കിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നാണ് കേസ്. പവൻ, ആകാശ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കൊടകര കുഴൽപ്പണമെത്തിച്ചത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണെന്ന് പോലീസ് കണ്ടെത്തൽ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം. കേസിൽ ആകെ 23 പ്രതികളാണുള്ളത്. BJPയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. കലൂർ PMLA കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. 2021 ഏപ്രിൽ 4 തൃശൂരിലെ കൊടകരയിൽ നടന്ന ഹൈവേ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പായിരുന്നു കള്ളപ്പണ ഇടപാട് പുറത്തു വന്നത്. കൊടകരയിൽ വ്യാജ അപകടം ഉണ്ടാക്കിയാണ് 3.5 കോടി രൂപ കവർന്നത്. ഈ പണം BJPക്കായി എത്തിച്ചതാണെന്ന് പോലീസിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം കവർന്നതിൽ 1.4 കോടി രൂപ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബഫേഴ്സിൽ ഗാന്ധി കുടുംബത്തിനെതിരെ ആക്രമണം വീണ്ടും ആരംഭിച്ച BJP. ബഫേഴ്സ് അഴിമതിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും MP സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് BJP ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടു. ചിത്ര സുബ്രഹ്മണ്യം തന്റെ ബഫേഴ്സ് ഗേറ്റ് എന്ന പുസ്തകത്തിൽ നടത്തിയ വലിയ വെളിപ്പെടുത്തലുകൾ ആശങ്കാജനകമാണെന്നും പ്രതിരോധ കരാറുകൾ അന്തിമമാക്കാൻ ഖത്രാച്ചി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായും ഭാര്യ സോണിയാഗാന്ധിയുമായും ഉള്ള തന്റെ സാമീപ്യം ഉപയോഗിച്ചെന്നും BJP വക്താവ് ഗൗരവ് ഭാട്ടിയ ആരോപിച്ചു. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തെ പ്രതിരോധ ഫയലുകൾ ഖത്രാച്ചി കൈക്കലാക്കിയതായുള്ള അന്നത്തെ ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിലെ വെറും സാമ്പിൾ എന്ന് വിളിക്കുകയും കോൺഗ്രസ് പാർട്ടി അയോധ്യ വിവാദം മനഃപൂർവ്വം നിലനിർത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ANAയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ
ആദിത്യനാഥ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ ഭാരത് തോഡോ അഭിയാൻ എന്ന് വിളിക്കുകയും കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ വിമർശിക്കുന്നു. രാജ്യം അദ്ദേഹത്തിന്റെ സ്വഭാവവും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും യോഗി പറഞ്ഞു. 6 മുതൽ 10 പതിറ്റാണ്ട് വരെ കോൺഗ്രസ് എന്താണ് ചെയ്തിരുന്നതെന്ന് രാഹുൽ തന്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും അച്ഛനോടും ചോദിക്കണമായിരുന്നു. ആ സമയത്ത് അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നും യോഗി ചോദിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കം. AIDMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഔദ്യോഗിക വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് പളനിസ്വാമി അമിത് ഷായെ കണ്ടത്. 2 മണിക്കൂറും 10 മിനിറ്റും നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ 50 മിനിറ്റോളം അമിത് ഷായും പളനിസ്വാമിയും തനിച്ച് സംസാരിച്ചെന്നാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവിഭാഗങ്ങളും ഔദ്യോഗിക പ്രതികരണത്തിന് മുതിർന്നില്ല. എന്നാൽ കൂടിക്കാഴ്ച അവസാനിച്ചതിന് പിന്നാലെ 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ വരുമെന്ന് അമിത് ഷാ ട്വീറ്റ് ചെയ്തു. ഫ്രഞ്ച് ഡിസ്പ്ലേ ടീമായ പാട്രിയൽ ഡി ഫ്രാൻസിന്റെ 2 വിമാനങ്ങൾ റിഹേഴ്സലിനിടെ തകർന്നു വീണു. പൈലറ്റുമാർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 2 ആൽഫ ജെറ്റുകളിലെയും 3 പൈലറ്റുമാർ ആഘാതത്തിനു മുന്നാലെ എജക്ട് ചെയ്യുകയായിരുന്നു എന്ന് ഫ്രഞ്ച് വ്യോമസേന അറിയിച്ചു. സെന്റ് ഡീസിയറിലെ എയർബസ് 113 സമീപം റിഹേഴ്സലിൽ പങ്കെടുക്കുകയായിരുന്നു 2 വിമാനങ്ങളും. ആ ദൃശ്യങ്ങളിലേക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും കുറിച്ച് കമ്ര നടത്തിയ പരാമർശങ്ങളിൽ ക്ഷുഭിതരായ ശിവസേന പ്രവർത്തകർ തന്റെ സ്റ്റുഡിയോ നശിപ്പിച്ചതിനെതിരെ പ്രതികരിച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുണാൽ കമ്ര. ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് കമ്ര തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പിച്ചു. കമ്ര എക്സിലാണ് വീഡിയോ പുറത്തുവിട്ടത്. പൗരത്വ തെളിവ് കാണിക്കണമെന്ന് നിർബന്ധമാക്കുകയും സംസ്ഥാനങ്ങൾ മെയിലിൻ ബാലറ്റുകൾ എപ്പോൾ സ്വീകരിക്കണമെന്ന് പരിമിതപ്പെടുത്തി തെളിവ് കാണിക്കണമെന്ന് നിർബന്ധമാക്കുകയും സംസ്ഥാനങ്ങൾക്ക് മെയിലിൻ ബാലറ്റുകൾ എപ്പോൾ സ്വീകരിക്കാമെന്ന് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതുൾപ്പെടെ US ഫെഡറൽ തിരഞ്ഞെടുപ്പുകൾ പുനഃപരിശോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. പാസ്പോർട്ടോ വോട്ടവകാശം തെളിയിക്കുന്ന മറ്റ് നിയമപരമായ രേഖകളും എളുപ്പത്തിൽ ലഭ്യമാകാത്ത ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ വോട്ടവകാശം ഈ നീക്കം നിഷേധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. US സംസ്ഥാനങ്ങൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താമെന്ന് നിർണ്ണയിക്കാൻ വിശാലമായ നിയമപരമായ സ്വാതന്ത്ര്യമുള്ളതിനാൽ ഉത്തരവ് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്ന് വ്യക്തമല്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ തിരഞ്ഞെടുപ്പുകളുടെ സമഗ്രത സംരക്ഷിക്കുകയും ചെയ്യുക എന്ന പേരിട്ടിരിക്കുന്ന ഉത്തരവിൽ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ എണ്ണം തുടർച്ചയായ 2ാം വർഷവും പങ്കാളിയാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്ന് ഒരു റിപ്പോർട്ട് കണ്ടെത്തി. 2024 മാർച്ച് വരെയുള്ള വർഷത്തിൽ ഗാർഹിക പീഡനത്തിന് ശേഷം 98 പേർ ആത്മഹത്യ ചെയ്തതായി സംശയിക്കപ്പെടുന്നതായി ഡൊമസ്റ്റിക് ഹോമിസൈഡ് പ്രൊജക്ട് കണ്ടെത്തി. അതേ കാലയളവിൽ ഒരു പങ്കാളിയാൽ 80 പേർ കൊല്ലപ്പെട്ടു. ദുരുപയോഗത്തിന് ഇരയായവർ സ്വന്തം ജീവൻ എടുക്കുന്നിടത്ത് കൂടുതൽ ദുരുപയോഗ കുറ്റവാളികൾക്കെതിരെ നരഹത്യയ്ക്ക് കുറ്റം ചുമത്തുന്നത് പ്രതിജ്ഞാബദ്ധമാണെന്ന് നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ പറഞ്ഞു. കരിങ്കടലിലൂടെ ഉക്രൈനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് 3 വർഷം മുമ്പ് യുദ്ധത്തിന് തുടക്കം കുറിച്ച റഷ്യ ഇപ്പോഴത്തെ ഉടമ്പടി പ്രകാരം കരിങ്കടൽ ആക്രമണം നിർത്തിവെച്ചു. സൗദി അറേബ്യയിൽ US സംഘവുമായി നടത്തിയ സമാന്തര ചർച്ചകൾക്ക് ശേഷം കരിങ്കടലിൽ ബലപ്രയോഗം അവസാനിപ്പിക്കാൻ ബ്ലാക്ക് സീ മാരിടൈം സെക്യൂരിറ്റി ഡീൽ പ്രകാരം റഷ്യയ്ക്കൊപ്പം ഉക്രൈനും സമ്മതിച്ചു. കാർഷിക കയറ്റുമതിയിൽ ഉപരോധത്തിൽ ഇളവ് ലഭിച്ചാൽ മാത്രമേ സമുദ്ര വെടിനിർത്തൽ ആരംഭിക്കൂ എന്ന പിടിവാശി തുടരുകയാണ് റഷ്യ. 2022 പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ഉപരോധ പരിഹാരമായി വൈറ്റ് ഹൗസുമായി ഇളവുകൾ ചർച്ച ചെയ്തതിനെ തുടർന്ന് റഷ്യയുടെ വ്യവസ്ഥകൾ US അവലോകനം ചെയ്യുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഊർജ്ജ ശൃംഖലകൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ മുമ്പ് പ്രഖ്യാപിച്ച 30 ദിവസത്തെ നിർത്തലാക്കൽ നടപ്പിലാക്കാനും അതിന്റെ വ്യാപ്തി വികസിപ്പിക്കാനും റഷ്യയ്ക്ക് ഉക്രൈനും കക്ഷികൾ സമ്മതിച്ചു. ലാഭം ഉറപ്പാക്കുകയും ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ധാന്യവളം വിപണികളിലേക്ക് മോസ്കോയിലെ തിരികെ കൊണ്ടുവരിക എന്നതാണ് കരിങ്കടൽ സമുദ്ര സുരക്ഷാ കരാറിന്റെ ലക്ഷ്യമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസ്താവനയിൽ പറഞ്ഞു. ധാന്യവള വിപണിയിൽ
ഇനിയൊരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായമായ മത്സരത്തിൽ നിയമാനുസൃതമായ ലാഭം നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനോടൊപ്പം ആഫ്രിക്കയിലെ ആഗോള ദക്ഷിണേന്ത്യയിലെ മറ്റ് രാജ്യങ്ങളിലെ ഉപരോധമുണ്ടാക്കിയ ഭക്ഷ്യസുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അതിന് പരിഹാരമാകുന്ന കരാറാണിതെന്നും ലാവ്റോവ് റഷ്യൻ സ്റ്റേറ്റ് ചാനൽ 1 ടെലിവിഷനോട് പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് മൂലമുണ്ടായ കാട്ടുതീയിൽ കുറഞ്ഞത് 18 പേർ മരിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 5 ദിവസത്തെ തീപിടുത്തം അഭൂതപൂർവമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ദക്ഷിണ കൊറിയയുടെ പ്രധാനമന്ത്രിയും ആക്ടിംഗ് പ്രസിഡന്റുമായ ഹാൻ ഡക്-സൂ പറഞ്ഞു. ദുരന്തം കൈകാര്യം ചെയ്യുന്ന ഏജൻസികളോട് ഏറ്റവും മോശം സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടു. 43,000 ഏക്കർ ഭൂമി കത്തിനശിക്കുകയും പഴക്കമുള്ള ഒരു ബുദ്ധക്ഷേത്രം ഉൾപ്പെടെ നൂറുകണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തു. യൂട്യൂബിലെ ഏറ്റവും വലിയ ഫണ്ട് റൈസിംഗ് ക്യാമ്പയിനുമായി ഖത്തർ ചാരിറ്റി 27ാം രാവ് ചലഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ധനസമാഹരണം സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി 1500 വീടുകൾ നിർമ്മിക്കാൻ 40 കോടി റിയാൽ സമാഹരിക്കും. വർഷങ്ങളായി ടെന്റുകളിൽ കഴിയുന്നവർക്ക് വീടുകളിൽ മടങ്ങാനും സുരക്ഷിതവും സൗകര്യവുമുള്ള താമസമൊരുക്കാനും ഫണ്ട് വിനിയോഗിക്കും. ഖത്താറ കൾച്ചറൽ വില്ലേജിലെ അൽ ഹിക്മ സ്ക്വയറിൽ നടക്കുന്ന ചലഞ്ചിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അബ്ദുള്ള അൽ ഗഫ്രി, മുഹമ്മദ് അദ്നാൻ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അഹ്മി എന്നിവർ സംബന്ധിക്കും. റമദാൻ 25ാം രാവിൽ ആരംഭിച്ച ചലഞ്ച് ബുധനാഴ്ച രാത്രി റമദാൻ 27ാം രാവിലാണ് സമാപിക്കുന്നത്. യമനിൽ ആസൂത്രണം ചെയ്ത വ്യോമാക്രമണങ്ങളെക്കുറിച്ചുള്ള വളരെ സെൻസിറ്റീവ് വിവരങ്ങൾ ചോർന്നതും ആ വിവരങ്ങൾ ഒരു പത്രപ്രവർത്തകന്റെ പക്കലെത്തിയതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾട്സ് ചൊവ്വാഴ്ച പറഞ്ഞു. അറ്റ്ലാന്റിക് എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾസ്ബർഗിനെ അബദ്ധവശാൽ മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ചാറ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വവും ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഏറ്റെടുത്തിട്ടുണ്ട്. സിഗ്നലിലെ വിവരങ്ങൾ ചോർന്നത് സുരക്ഷാ വീഴ്ചയല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിരുന്നു. സിഗ്നലിലെ ഒരു സ്വകാര്യ സന്ദേശം അയക്കാൻ ആപ്പിലെ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ ചേർത്തതായി അറ്റ്ലാന്റിക് എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾസ്ബർഗ് വെളിപ്പെടുത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് വാൾസിന്റെ പ്രതികരണം വന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കൻ ഗാസയിൽ ബ്രേറ്റ് ലാഹിയിൽ നടന്ന ഹമാസിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളിൽ നൂറുകണക്കിന് പാലസ്തീനികൾ പങ്കുചേർന്നു. പ്രതിഷേധക്കാർ ഹമാസിനെതിരെ ഹമാസ് പുറത്താക്കുക, ഹമാസ് ഭീകരർ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം പ്രദേശത്തിനുള്ളിൽ തീവ്രവാദ ഗ്രൂപ്പിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിത്. യുഎസിന് ഏറ്റവും വലിയ സൈനിക സൈബർ ഭീഷണിയുമായി ചൈന തുടരുന്നുവെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. തായ്വാൻ പിടിച്ചെടുക്കാനുള്ള കഴിവുകളിൽ ബീജിംഗ് ഞെട്ടിക്കുന്ന പുരോഗതി കൈവരിക്കുന്നുവെന്ന് ഇന്റലിജൻസ് വാർഷിക റിപ്പോർട്ട് പറയുന്നു. US ഇന്റലിജൻസ് ഏജൻസികളുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ ആക്രമിക്കാനും സൈബർ ആക്രമണങ്ങളിലൂടെ US അടിസ്ഥാന സൗകര്യങ്ങളിൽ അസ്ഥിരതയുണ്ടാക്കാനും ബഹിരാകാശത്തെ US ആസ്തികളെ ലക്ഷ്യമിടാനും 2030 ആകുമ്പോഴേക്കും USനെ മറികടന്ന് മികച്ച ശക്തിയായി മാറാനും ചൈനയ്ക്ക് കഴിവുണ്ട്. വൈദ്യചികിത്സയ്ക്ക് ആന്റിഗോ വിട്ട് ബെൽജിയത്തിലെത്തിയ ഇന്ത്യൻ വ്യവസായി മെഹുൽ ചോക്സിയുടെ നിലവിലെ അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ബെൽജിയൻ അധികൃതർ. ചോക്സി ഭാര്യയോടൊപ്പം ആന്റിവെർപ്പിലാണെന്ന് ബെൽജിയൻ റെസിഡൻസി നേടിയെടുക്കാൻ വ്യാജ രേഖകൾ ഉപയോഗിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം വൈദ്യചികിത്സയ്ക്ക് കരീബിയൻ രാജ്യം വിട്ടെങ്കിലും അദ്ദേഹം ആന്റിഗോ പൗരനായി തുടരുന്നുവെന്ന് ആന്റിഗോ ബാർബുഡയിലെ അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസ് ഉചിതമായ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ബെൽജിയത്തിന്റെ ഫെഡറൽ പബ്ലിക് സർവീസ് വിദേശകാര്യ വക്താവ് ഡേവിഡ് ജോർഡെക്സ്പോ പറഞ്ഞു. കനത്ത മഴ തുടരുമെന്ന് പ്രവചിക്കപ്പെട്ടതിനാൽ റോഡുകൾ അടച്ചതോടെ ക്വീൻസ്ലാൻഡ് നഗരങ്ങൾ ഒറ്റപ്പെട്ടു. ഇതിനകം നിറഞ്ഞു കവിഞ്ഞ നദികൾ കൂടുതൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ കനത്ത മഴയിൽ 200ഓളം റോഡുകൾ അടച്ചു. ക്വീൻസ്ലാൻഡിലെ ഒന്നിലധികം പട്ടണങ്ങൾ ഒറ്റപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയോടെ വെള്ളപ്പൊക്കം മൂലം ഏകദേശം 200 റോഡുകൾ അടച്ചതിനാൽ കിൽപി, വിൻഡോറ, ജുൻഡ, ബൗലിയ, ബെഡൂറി, എറോമോങ്ക, അഡവാലെ, ബോട്ട്സ്വില്ലെ എന്നിവയുൾപ്പെടെയുള്ള ഉൾനാടൻ പട്ടണങ്ങളിലേക്ക് വെള്ളപ്പൊക്കം മൂലം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വടക്കൻ ഗോഡ്ഫിൽസിന്റെയും അപ്പർ ഫ്ലിൻഡേഴ്സിന്റെയും ചില ഭാഗങ്ങൾ, നോർത്ത് വെസ്റ്റ് ചാനൽ കൺട്രി, മറനോവ, വെർഗോ ജില്ലകൾ എന്നിവയുൾപ്പെടെ മധ്യ പടിഞ്ഞാറൻ ക്വീൻസ്ലാൻഡിന്റെ സാധാരണമായി വരണ്ട ഉൾനാടൻ പ്രദേശങ്ങളിൽ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി കനത്ത മഴയ്ക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. വിദ്വേഷ പ്രസംഗം, തെറ്റായ വിവരങ്ങൾ, അശ്ലീലം എന്നിവ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഫേസ്ബുക്കിലേക്കുള്ള പ്രവേശനം തടഞ്ഞ് പാപ്പുവ ന്യൂഗിനി. തിങ്കളാഴ്ച ആരംഭിച്ച പെട്ടെന്നുള്ള നിരോധനം പ്രതിപക്ഷ എംപിമാരിൽ നിന്നും രാഷ്ട്രീയ വിമർശകരിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കി. അവർ അതിനെ മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ചു. ഈ നീക്കത്തെ പോലീസ് മന്ത്രി പീറ്റർ സിയാമലിലെ ജാനിയർ ന്യായീകരിച്ചു. സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ദോഷകരമായ ഉള്ളടക്കത്തിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരിടവേള.
തിരികെ വാർത്തകളിലേക്ക്. ഖത്തറും ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 7 വരെ നീണ്ടു നിൽക്കുന്നത് 9 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമീരി ദിവാനിയാണ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും 9 ദിവസം അവധിയായിരിക്കുമെന്നും അവധി കഴിഞ്ഞ് ഏപ്രിൽ 8 മുതൽ സർക്കാർ സ്ഥാപനങ്ങൾ വീണ്ടും പ്രവർത്തിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഔദ്യോഗികമായി 9 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ആ ആഴ്ചയിലെ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് 11 ദിവസത്തെ അവധിയാണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തറിൽ ലഭിക്കുക. മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ പുതിയ 2 ആധുനിക ഹെലിപാഡുകൾ കൂടി തുറന്നു. അടിയന്തര മെഡിക്കൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഹെലിപാഡുകൾ ആരംഭിച്ചത്. ഇവിടെ നടത്തിയ എമർജൻസി എയർ ആംബുലൻസിന്റെ പരീക്ഷണ ലാൻഡിംഗും വിജയകരമായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. മാർച്ച് 29 ശനിയാഴ്ച ഷവ്വാൽ മാസപ്പിറവി കാണാനും അത് പ്രകാരം ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആവാനും സാധ്യതയുണ്ടെന്ന് സൗദി അറേബ്യയിലെ ഹൂത്ത സുദൈർ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് 8 മിനിറ്റിന് ശേഷം ചന്ദ്രപ്രവി ദൃശ്യമായേക്കുമെന്ന് കേന്ദ്രത്തിന്റെ വിദഗ്ധർ പറഞ്ഞു. സൗദി അറേബ്യയിൽ മാർച്ച് 29-നാണ് പെരുന്നാൾ അവധി ആരംഭിക്കുക. ഇത് ഏപ്രിൽ 2 വരെ തുടരും. UAE സൈന്യത്തോടൊപ്പം കഠിനമായ പർവ്വത പ്രദേശങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും 11ാമത് മൗണ്ടൻ ഇൻഫൻട്രി ബറ്റാലിയനിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ബറ്റാലിയനിലെ അംഗങ്ങളോടൊപ്പം ഷെയ്ഖ് ഹംദാനും പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. പൊതുവെ സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹംദാൻ. ഇനി കേരള ഹൈലൈറ്റ്സ്. കേരളം ലജ്ജിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്ന് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഇത് സംബന്ധിച്ച വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ് ശാരദാ മുരളീധരൻ പങ്കുവച്ചു. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിനെയും തന്നെയും നിറത്തിന്റെ പേരിൽ ഒരാൾ താരതമ്യപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.84 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.76 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.49 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ഗോൾ രഹിത സമനില. 2027 നടക്കുന്ന ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടുക എന്ന ഉദ്ദേശത്തോടെ കളത്തിലിറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ ഗോൾ നേടാനാകാത്തത് തിരിച്ചടിയായി. ആദ്യ പകുതിയിൽ ഉദാന്തായ്ക്കും ഫറൂഖ് ചൗധരിക്കും നല്ല അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവ നഷ്ടപ്പെടുകയായിരുന്നു. സമനിലയോട് ഇരു ടീമും ഓരോ പോയിന്റ് വീതം പങ്കുവച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാറിടത്തിൽ പിടിക്കുന്നതും പൈജാമയുടെ ചരട് വലിച്ചൂരുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം തള്ളി സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്ന് സുപ്രീം കോടതി. കൊടകര കുഴൽപ്പണമെത്തിച്ചത് BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണെന്നുള്ള പോലീസ് കണ്ടെത്തൽ തള്ളി ED. യൂട്യൂബിലെ ഏറ്റവും വലിയ ഫണ്ട് റേസിംഗ് ക്യാമ്പയിനുമായി ഖത്തർ ചാരിറ്റി. 27ാം രാവ് ചലഞ്ച് എന്ന ധനസമാഹരണം സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി 1500 വീടുകൾ നിർമ്മിക്കാൻ 40 കോടി റിയാൽ സമാഹരിക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കം. AIDMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ബഫേഴ്സിൽ ഗാന്ധി കുടുംബത്തിനെതിരെ ആക്രമണം വീണ്ടും ആരംഭിച്ച് BJP. ബഫേഴ്സ് അഴിമതിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും MP സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് BJP. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിലെ വെറും സാമ്പിൾ, അയോധ്യ വിവാദം കോൺഗ്രസ് പാർട്ടി മനഃപൂർവ്വം നിലനിർത്തുകയാണെന്ന് യോഗി. ഫ്രാൻസിൽ ഫ്രഞ്ച് ഡിസ്പ്ലേ ടീമായ പാട്രോയിൽ ഡി ഫ്രാൻസിന്റെ 2 വിമാനങ്ങൾ റിഹേഴ്സലിനിടെ തകർന്നു വീണു. പൈലറ്റുമാർക്ക് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കരിങ്കടലാക്രമണം നിർത്തിവെച്ച് റഷ്യ. തീരുമാനം സൗദി അറേബ്യയിൽ US സംഘവുമായി നടത്തിയ സമാന്തര ചർച്ചകൾക്ക് ശേഷം. ഖത്തറും ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 7 വരെ നീണ്ടു നിൽക്കുന്ന 9 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അമീരി ദിവാനി അറിയിച്ചു. കേരളം ലജ്ജിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്ന് തുറന്നു പറഞ്ഞ് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഇത് സംബന്ധിച്ച് വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ച് ശാരദാ മുരളീധരൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.